السلام عليكم ورحمة الله وبركاته. مرحبا بكم جميعا إلى فصل جديد أيضا. فأنتم في الفصل الماضي فهمتم ماذا فهمتم؟ فهمتم عن الساعة وعرفتم كيف نتكلم عن الساعة باللغة العربية. നമ്മൾ അറബി ഭാഷയിൽ എങ്ങനെ സമയം പറയുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. نحن اليوم ندخل إلى درس جديد هو في الصفحة الرابعة والسبعين. الرابعة في الصفحة السابعة لا في الصفحة الرابعة والسبعين. 74ാമത്തെ പേജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റിദ്വാൻ അവൻ്റെ അൽ ബയാനാത്തു ഷഖ്സിയ അന്നഹു അർസല ബയാനാത്തുഹു അഷ്ഖ്സിയ ഇല ഐൻ ഇലൽ എവിടെ നമ്മുടെ എവിടേക്ക് ഇതിലേക്ക് അയച്ചില്ലേ? മുത്തർജിം ജോലിക്ക്, മെഹനത്ത് മുത്തർജിം ജോലിക്ക് വേണ്ടിയിട്ട് അവനെ സീറാദാത്തി അയച്ചു. അങ്ങനെ അവന് സീറാദാത്തി അയച്ചപ്പോൾ അവർ മറുപടി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ലിൽ മുഖാബല മത ഇന്റർവ്യൂ അല്ലേ? അൽ ഹുളൂർ ഫിൽ മുഖാബല, ഇന്റർവ്യൂവിന് ഹാജരാകാൻ വേണ്ടി അവന് ഇമെയിൽ അയച്ചിരുന്നു ആര്? കമ്പനി. അങ്ങനെ അന്ന റിദ്വാൻ جاء إلى الشركة أو جاء إلى أين؟ إلى مكتب المركز لا അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നില്ല. തർജിമ ട്രാൻസ്ലേറ്റർ ജോലിക്കുള്ള അതിൻ്റെ കേന്ദ്രത്തിലെത്തി. കൈഫ ഹദറ റിഹ്വാൻ ബിഷഹാദതിഹി, ഇത് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നു. അപ്പോൾ വജറത്തുൽ മുഖാബല, അവിടെ ഒരു ഇന്റർവ്യൂ നടന്നു. ബൈനഹു വബൈന മുദീർ ഖിസ്മി തൗലീഫ്. മൻ ഖിസ്മു മുദീർ ഖിസ്മു തൗലീഫ് മൻ മുദീർ മാതാ ഡയറക്ടർ. ഖിസ്മു തൗലീഫ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് സെന്റർ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് വിഭാഗം. ഇതാണ് നിയമിക്കുന്ന അതിൻ്റെ ഡയറക്ടറുമായിട്ട് മുഖാബല ഇന്റർവ്യൂ നടന്നു. ഓക്കെ, അപ്പം നിങ്ങളിത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളൊരു എന്താണ് മുദീർ ഖിസ്മു തൗലീഫ് ഒരാളായിട്ടും അതുപോലെ റിദ്വാൻ ഒരാളായിട്ട് അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്റർവ്യൂയുടെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജോലിക്ക് പോയാൽ കൈഫ നഅഖുദ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നടത്തുക, ഒരു ഇന്റർവ്യൂ നടത്തുക എന്നുള്ളതൊരു അതിൻ്റെ ഒരു മോഡലാണിത്. ഫൗവലൻ റിദ്വാൻ ജാഅ ഇലാ മക്തബി അൽ മർകസ് ഫഖാല സബാഹൽ ഖൈർ. മാദാ സബാഹൽ ഖൈർ? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് സാർ. സബാഹൽ ഖൈർ യാ സയ്യിദി. لا فقال المؤلف صباح النور, good morning. تفضل واسترخ. ماذا تفضل? come take your seat എന്നർത്ഥം. come take your seat. ഇതിൻ്റെ ഇംഗ്ലീഷും കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി, ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. ഫൈൻ. നാം ഫഖാല റിദ്വാൻ ശുക്രൻ, താങ്ക്സ് സർ, താങ്ക്സ്. ഗുഡ് മോർണിംഗ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. താങ്ക്സ്. فقال المؤلف عرف بنفسك ماذا? introduce yourself. നിന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അതായത് നീ ആരാണെന്ന് പറയുക അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയുക? فقال റിദ്വാൻ ഇസ്മി റിദ്വാൻ. I am റിദ്വാൻ. my name is റിദ്വാൻ. أعمل الآن في شركة خاصة. I work in a private company. شركة خاصة, private company. Okay. أعمل, I work now in a private company എന്നാ പറയുന്നത് അല്ലേ? فقال المؤلف من ഓഫീസർ പറഞ്ഞു ما جنسيتك. فقال എന്താണ് ما جنسيتك? which is your nationality? ജിൻസിയ മാതാ? നാഷണാലിറ്റി. നീ ഏത് നാട്ടുകാരനാന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇത് ഒരു അന്താരാഷ്ട്ര കമ്പനി ആയതുകൊണ്ട് അതൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. മാ ജിൻസിയത്തുക, താങ്കളുടെ നാഷണാലിറ്റി ഏതാണ്? ഫഖാല റിദ്വാൻ പറഞ്ഞു ഞാൻ ഹിന്ദി. ഐ ആം ആൻ ഇന്ത്യൻ. ഞാൻ അമേരിക്കയാണെങ്കിൽ ഐ ആം ആൻ അമേരിക്കൻ. അന അമരീക്കി, അന സൗദി, അന ഖത്തരി എന്നൊക്കെ പറയും അല്ലേ? ഫഖാല അൽ മുഅല്ലഫ് كم عمرك how old are you now? كم عمرك, നിങ്ങൾക്ക് എത്ര വയസ്സായി?
How old are you? فقال رضوان 25. خمسة كم؟ 5 5 وعشرون 20. അപ്പോൾ 25 25. لا. فقال المؤلف وما مؤهلاتك. മുഅഹിലാത്ത് മത മുഅഹിലാത്ത് നമ്മൾ ബയോഡാറ്റ പൂരിപ്പിച്ചപ്പോൾ സീറാദാത്തിയെ പൂരിപ്പിച്ച മുഅഹിലാത്ത് പഠിച്ചതാണ്. മാഹുവൽ മുഅഹിലാത്ത് ക്വാളിഫിക്കേഷൻസ് അല്ലേ? വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻസ്? വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻസ്? നിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഫഖാല റിദ്വാൻ ഹസൽതു വലൽ ബക്കാരിയൂരിയോസ്. I took degree min Jamiat Calicut from Calicut University. I am graduated എന്നതിൻ്റെ ഇംഗ്ലീഷ് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ നേടി എന്നും പറയാം കേട്ടോ. മിൻ ജാമിയത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഡിഗ്രി നേടി. ബക്കാലൂരിയോസ്. ഇനി മാജിസ്റ്റർ എന്ന് പറഞ്ഞാലോ? മാജിസ്റ്റർ PG. ഫൈൻ. فقال المؤلف هل عندك خبرة؟ ما هو الخبرة؟ هل عندك do you have experience? do you have خبرة നമ്മൾ സീറാദാത്തിയിൽ പറഞ്ഞതാണ് എക്സ്പീരിയൻസ്. അതാ എക്സ്പീരിയൻസ്. هل عندك خبرة? നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? فقال رضوان نعم yes سنتان 2 years. سنتان 2 years. അങ്ങനെ എല്ലാം പറഞ്ഞു. فقال المؤلف സനത്തസിൽ ബിക ലാഹിക്കൻ. വി വിൽ കോണ്ടാക്ട് യു സൂൺ. ലാഹിക്കൻ ഉടനെ, സൂൺ എന്ന് പറയാൻ കേട്ടോ. സനത്തസിൽ ബിക ലാഹിക്കൻ. ഞാൻ ഈ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കൊക്കെ ഓർത്തിരിക്കണം. അതിൻ്റെ എന്താണ് അത് എഴുതാൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ. സനത്തസിൽ ബിക ലാഹിക്കൻ. വി വിൽ കോണ്ടാക്ട് യു സൂൺ. ഫൈൻ. നഅം. സനത്തസിൽ ബിക ലാഹിക്കൻ. സുമ്മ ഖാല റിദ്വാൻ ശുക്രൻ മത ശുക്രൻ താങ്ക്സ് എന്ന് പറഞ്ഞ് റിദ്വാൻ അവിടെ നിന്ന് ഇൻറ്റു വരുന്നു. ഫൈൻ. അപ്പോൾ ഈ മുഖാബല നിങ്ങൾ അലൈക്കും തുമസ്സുലു ഫി ഫസൂലിക്ക്, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് അഭിനയിച്ച്, അതാണ് ഇവിടെ പറയുന്നത്. നഖറ വനുമസ്സിലുൽ മുഖാബല ഫി സഫ്, ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാൻ. സുമ്മ ഹുനാക നഷാത്തുൻ ആഖർ. ഇവിടെ വേറൊരു ആക്ടിവിറ്റിയാണ്. ഹുനാക ഇസ്മു ബഅദുൽ ആലാത്ത്. മദ അൽ ആലാത്ത് അൽ ഉമ്മാൽ യഅമലൂന ബി ആലാത്തിഹിം. അല്ലേ? ഉമ്മാൽ വർക്കേഴ്സ്. അവരുടെ ഏറ്റവും വലിയ അവർ ജോലി ചെയ്യുന്നത് ബിൽ ആലാത്സ്, അവരുടെ ടൂൾസ് കൊണ്ടാണ്. അല്ലേ? കുറച്ച് ടൂൾസ്. അൽ ഹാസൂബ് കമ്പ്യൂട്ടർ. അല്ലേ? അൽ ജറഫ എന്ന് പറഞ്ഞാൽ നമ്മൾ കോരുക എന്നാണ്. അപ്പോൾ കോരുന്ന സാധനം നമ്മൾ തൂമ്പ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ കൈക്കോട്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അൽ മിജ്റഫ് നസ്തഅമൽ ഫി അൽ ഹഖൽ. സുമ്മ അൽ ഹാസൂബ് അയിന നസ്തഅമൽ ഫിൽ മക്തബ്, ഓഫീസിലൊക്കെ യൂസ് ചെയ്യും. അല്ലേ? മൻ യസ്തഅമലുഹു അൽ മുഹാസിബ്, അക്കൗണ്ടന്റ്. അല്ലേ? അത് ഒരുപാട് മേഖലയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. വഹുനാക ആലത്തുൻ ആഖർ മദ അൽ മിൻഷാറുൽ കഹുർബായി. അൽ മിൻഷാർ മദ സ്വ, വാള്. അൽ കഹുർബായി ഇലക്ട്രിക് സ്വ, അല്ലെങ്കിൽ എന്താണ് കറണ്ട് യൂസ് ചെയ്യുന്ന സ്വ എന്നാണ്, വാള് കേട്ടോ. സുമ്മ മദ ഷാക്കൂസ് അൽ മിൻഷാറുൽ കഹുർബായി യസ്തഅമലുഹു അൻ നജ്ജാർ. അല്ലേ? പിന്നെ മരം മുറിക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്നത്. സുമ്മ ഷാക്കൂസ് മദ ഷാക്കൂസ് എന്ന് വെച്ചാൽ ചുറ്റിക കേട്ടോ, ഹാമർ. സുമ്മ യസ്തഅമലുഹു അൻ നജ്ജാർ. അല്ലേ? അസ്സമാഅ മദ സമാഅ. സമിഅ മദ സമിഅ, കേട്ടു, കേൾക്കുന്ന സാധനം. അല്ലേ? സമാഅ യസ്തഅമലുഹു അത്തൊബീബ്. സ്റ്റെതസ്കോപ്പ്. അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വാക്കുകൾ ഇതിൻ്റെ അനുയോജ്യമായ സ്ഥലത്ത് വെക്കാനാണ് പറയുന്നത്. അവൽ യസ്തഖ്ദിമു നജ്ജാർ. മൻ യസ്തഖ്ദിം മഅനാഹു യസ്തഅമിൽ, യൂസ്. അല്ലേ? കാർപ്പൻ്റർ യൂസ് ചെയ്യുന്നു. ഏതാ? മഹാദ ഹാദിഹി ഷാക്കൂസ് കാർപ്പൻ്റർ. അല്ലേ? അപ്പോൾ യസ്തഖ്ദിമു നജ്ജാർ ബി ഷാക്കൂസ് എന്ന് എഴുതണം ഇവിടെ.
സുമ്മ യസ്തഖദിമു ത്വബീബ്, സ്റ്റെതസ്കോപ്പിന് ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലേ, മതാ അസ്സമ്മാ, യസ്തഖദിമുഹു ത്വബീബ് അസ്സമ്മാ, ഡോക്ടർ യൂസസ് സ്റ്റെതസ്കോപ്പ്. സുമ്മ യസ്തഖദിമുൽ ഹത്താബ്, ഹത്താബ് ഹത്തബ് മരം വെട്ടുകാരൻ, ഹത്താബ് മരം വെട്ടുകാരൻ യൂസ് ചെയ്യും. അതാ ബി അൽ മിൻഷാർ അൽ കഹുർബായി, അല്ലെ, മിൻഷാറുൽ കഹുർബായി മുകളിൽ വന്നു. സുമ്മ മാതാ സുമ്മ യസ്തഖദിമുൽ മുസമ്മിം, മുസമ്മിം ഡിസൈനർ, മാതാ ഡിസൈനർ. മാതാ യൂസ് അബിൽ ഹസൂബ്, അല്ലെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. സുമ്മ യസ്തഖദിമുൽ മുസാരി, അല്ലെ, നമ്മളെ കൃഷിക്കാരൻ യൂസ് ചെയ്യും ബി അൽ മിജ്റഫ, കൈക്കോട്ട്. അങ്ങനെ കുറേ ആലത്തുകളുണ്ട്, അല്ലെ. അപ്പൊ ഇങ്ങനെ കുറേ അഥവാത്തുകളുണ്ട് അല്ലെങ്കിൽ ആലാത്തുകളുണ്ട്. കുറച്ചതിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ആര് യൂസ് ചെയ്യുന്നു നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഇത് കണ്ട, ഇവിടെ നോക്കൂ, അഥവാത്തു തംലീഫ്, തംലീഫ് ക്ലീനിങ് ടൂൾസ്, ക്ലീനിങ് ടൂൾസ് ഏതൊക്കെയാ നോക്കൂ. കിച്ചൺ സ്പോഞ്ച്, അതിന് ഇസ്ഫഞ്ചത്തു, ഇസ്ഫഞ്ചത്തു മത്ബഖ് എന്നാ പറയാ. പിന്നെ മിംസഹത്തുൻ മതാത്തിയ, ഇതാണ് ഇതിങ്ങനെ ഈ നമ്മൾ വെള്ളം ഇങ്ങനെ ചെയ്യില്ലേ. പിന്നെ ജാറൂഫ് ഡസ്റ്റ് പാൻ, ദൽവ് ബ്രൂം, എനിക്ക് ദൽവ് മിഖഷത്ത്, മുനല്ലിഫാത്ത് ഡിറ്റർജൻറ്റ്, രീഷത്തു തൻലീഫ് ക്ലീനിങ് ഫെദർ, മോപ്പ് പിന്ന്, അതിന് മിംസഹത്തു ദവ്വാറ, ഖുർഷത്തു ജർഫ്, ഇങ്ങനെ പേരുകൾ കുറേ ഉണ്ട്. അതുപോലെ നോക്ക് കാർപ്പൻ്റർ ടൂൾസ്, പ്ലയറിന് പറയണത് ഖമ്മാഷ എന്നാണ്. ഖിറാ, ഇതൊക്കെ യസ്തഖ്ദിമുൻ നജ്ജാർ, മിൻഷാർ, ഫറത്ത്. പിന്നെ നോക്ക് സൻഫറത്ത്, നമ്മൾ വരയ്ക്കുന്ന സാധനം, സാൻഡ് പേപ്പർ, ഗ്ലൂ, മിഫക്ക് സ്ക്രൂ ഡ്രൈവർ, മുഫസ്സല, മസാമിർ, അങ്ങനെ കുറേ ടൂൾസുകൾ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അവരുടെ ടൂൾസുകൾ കണ്ടെത്തുക, അതാര് യൂസ് ചെയ്യുന്നതെന്ന് ഒക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതി വെക്കുക. ഓക്കെ, അതാണ് അതിൽ ചെയ്യേണ്ടത്. സുമ്മ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മുകളിൽ പറഞ്ഞ ഏത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്, അല്ലേ. ഇവിടെ നോക്കൂ, നുതർജിമുൽ ജുമല താലിയ ഇലൽ ഇൻജിലീസിയ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലേ. എന്താ ഇതിൽ പറയുന്നത്, സനത്തസുൽ ബിക ലാഹിക്കൻ, ഞാൻ നേരത്തെ പറഞ്ഞു വി വിൽ കോണ്ടാക്ട് യു ലേറ്റർ, അല്ലെങ്കിൽ വി വിൽ കോണ്ടാക്ട് യു സൂൺ, ഞങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. അന ഹിന്ദി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലേക്ക് ആക്കണം കേട്ടോ. ഐ ആം ആൻ ഇന്ത്യൻ. ബൈത്തി ഫി തിരുവാന്തരം, ബൈത്തി ഫി തിരുവാന്തരം, മൈ ഹൗസ് ഈസ് ഇൻ തിരുവനന്തപുരം, അല്ലേ. സുമ്മ മാ ഉംറുക, ഹൗ ഓൾഡ് ആർ യു, ഹൽ ഇൻദക ഖിബ്റ, ഡു യു ഹാവ് എക്സ്പീരിയൻസ് എന്നാണ് എഴുതേണ്ടത്. ഫൈൻ. അപ്പോൾ അതിനെ എല്ലാം ഈ മുഴുവൻ ഭാഗവും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് നിങ്ങൾക്കൊരു വഴിയുണ്ട്, നമ്മളെ ഗൂഗിളിൽ ട്രാൻസ്ലേഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാനും പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഈ പാരഗ്രാഫില്ലേ ഇതിനങ്ങനെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഇത്രയും ഭാഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെ അതിലൊന്ന് ഇതിലിട്ട് നോക്കാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഇത്. ഇവിടെ ഇമേജ് എന്നുള്ളതിൽ ഡ്രോഗ് ആൻഡ് ആപ്പ്, ഇവിടെ ബ്രൗസിയൽ ഫയൽസ് കൊടുത്തിട്ട് നമ്മളിവിടെ പിക്ചർ കിടക്കണമെന്ന് പറഞ്ഞാൽ അത് എടുത്തിടാം. ഇവിടെ ഞാനിതാ ഈ പിക്ചർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിപ്പോൾ ഇതിലേക്ക് വന്ന് അറബിക്ക് വന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതാ ഇംഗ്ലീഷിലേക്കാക്കി അതിൻ്റെ ഇംഗ്ലീഷ് വന്നു, കണ്ട ഇംഗ്ലീഷ് വന്നു. ദരിദുവാൻ, ഐ ആം ഇന്ത്യൻ, 25, ഏതാ ഡു യു ഹാവ് എക്സ്പീരിയൻസ് 2 years, വി വിൽ കോണ്ടാക്ട് യു ലേറ്റർ, അതിൻ്റെ ഇംഗ്ലീഷ് വന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകദേശം കറക്റ്റ് ട്രാൻസ്ലേഷനൊക്കെ കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. ഞാനൊരു എളുപ്പപ്പണി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ ഒരു പദ്യവും കൂടിയുള്ളത്, അതിൽ കൂടുതൽ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് അതും കൂടി ഈ പാഠത്തിൽ എടുത്തു പോകാണ്, അല്ലേ. അയ്യുഹൽ ഉമ്മാൽ, മദ അയ്യുഹൽ ഉമ്മാൽ, ഹാദിഹി മൻദൂമ കതബഹു അഹ്മദ് ഷൗഖി. മൻ അഹ്മദ് ഷൗഖി, അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. വൻ ഹുവ അമീർ ഷോറ, അദ്ദേഹം കവികളുടെ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആരാണ്? അദ്ദേഹം അമ്മാലുകളെ കുറിച്ച്, മൻഹുൽ അമ്മാൽ, വർക്കേഴ്സ്. നമ്മൾ ഈ പാഠത്തിൽ എന്താണ് അഹമ്മിയത്തുൽ അമൽ, അമലിന്റെ പ്രാധാന്യം, അഹമ്മിയത്തുൽ ഉമ്മാൽ, വർക്ക് ചെയ്യുന്നവരുടെ
അവരുടെ മഹത്വം, അതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മന്ദൂമയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഫഹാദിഹി മന്ദൂമത്തുൻ കതബഹ അഹമ്മദ് ഷൗക്കി ഇസ്മുഹ അയ്യുഹൽ ഉമ്മാൽ. നഹ്നു നമുക്കിതൊന്ന് കേട്ടു വെക്കാം. പാട്ടായതുകൊണ്ട് ആ പാട്ട് രൂപത്തിൽ കേൾക്കാം. ഈ പാട്ടിന്റെ ഫുള്ള് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് നമുക്ക് കേൾക്കാം. ഓക്കെ, കേൾക്കല്ലേ? أمست يا بابا إن للمتقن عند الله والناس ثوابا أتقنوا يحببكم الله ويرفعكم جنابا أيها الغادون كالنحل ارتيادا وطلابا في بكور الطير للرزق مجيئا وذهابا اطلبوا الحق برفق واجعلوا الواجب دابا واستقيموا يفتح الله لكم بابا فبابا. أيها الأمال أفنوا العمر كدا واكتسابا وعمروا الأرض فلولا سعيكم أمست. ഇതിന്റെ പിറകിലുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കുക കേട്ടാ. ഉമ്മാലുകളാണ് കൊടുത്തിട്ടുള്ളത്, കുറെ ജോലിക്കാരുടെ പടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. واجعلوا الواجب دابا واستقيموا يفتح الله لكم بابا فبابا. അപ്പൊ ഇതുപോലെ 4 ഈണത്തിന്റെ പാട്ടുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. എല്ലാം കൂടി ഇതിൽ കാണിക്കുന്നില്ല, നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതില് എന്താണ് പറയുന്നത് നമുക്കറിയാം. ഉമ്മാലുകളെ കുറിച്ച് തന്നെയാണ്. അവരുടെ അലുമത്തുൽ ഉമ്മാൽ, അവരുടെ പ്രാധാന്യവും അവരുടെ മഹത്വവും. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കായിരുന്നു? നമ്മുടെ നാട്ടിൽ ഒരു പുരോഗതി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പാട്ടിന്റെ പേര് അയ്യുഹൽ ഉമ്മാൽ, ഓ വർക്കേഴ്സ് അല്ലേ? അയ്യുഹൽ ഉമ്മാലു അഫ്നവുൽ ഉംറ കദ്ദം വക്തിസാബ വഅ്മുറുൽ അർള ഫലൗല സഅയുകും അംസത് യബാബ. നമുക്ക് വേറൊരു ഇനത്തിൽ പാടാം. അയ്യുഹൽ ഉമ്മാലു അഫ്നുൽ ഉംറ കദ്ദം വക്തിസാബ വഅ്മുറുൽ അർള ഫലൗല സഅയുകും അംസത് യബാബ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണത്തിൽ നിങ്ങൾ പാടി നോക്കുക. ഇന്നലിൽ മുത്തഖീന ഇൻദല്ലാഹി വന്നാസി സവാബ അത്ഖിനു യുഹിബ്ബുകുമുല്ലാഹു വയർഫഉകും ജനാബ. കേട്ടോ, എന്നതിൽ പറയുന്ന അയ്യുഹൽ ഉമ്മാൽ, ഓ വർക്കേഴ്സ്, അഫ്നവുൽ ഉംറ. അഫ്നു എന്ന് പറഞ്ഞാൽ അഹ്ലഖു, അവര് നശിപ്പിച്ചു അല്ലെങ്കിൽ അവര് തീർത്ത് കളഞ്ഞു. അൽ ഉംറ, അവരുടെ വയസ്സ്. കദ്ദൻ, അധ്വാനിച്ചുകൊണ്ട്. മൻഹുവ അൽ ഉമ്മാൽ യഅ്മലൂന കദ്ദൻ വക്തിസാബ, സമ്പാദിച്ചുകൊണ്ട് അവരുടെ ആയുസ് മൊത്തം കളയുകയാണ്. വഅ്മുറു അൽ അർള, നിങ്ങൾ എന്ത് ചെയ്യണം? വഅ്മുറു, നിങ്ങൾ ഈ ഭൂമിയെ എന്താണ് ഉമർ നിർമ്മിക്കണം എന്നാണ്. വബ്നൗ, നിങ്ങളാണ് ഈ ഭൂമിയെ നിർമ്മിക്കുന്നത്. ഫലൗലാ സഅയുക്കും, നിങ്ങളുടെ സഅയ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ സഅയ് മാത സഅയ് അധ്വാനം. അംസത് യബാബ, ഈ നിങ്ങളുടെ അധ്വാനം ഇല്ലെങ്കിൽ ഈ ഭൂമി എന്തായി? യബാബ, ഖറാബ, ഹലാക്ക. യബാബ് എന്ന് പറഞ്ഞാൽ നശിച്ചത് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിനൊരു പുരോഗതി ഉണ്ടാവില്ല. ഇന്നലിൽ മുത്തഖിൻ ഇൻദല്ലാ, ഇന്നലിൽ മുത്തഖിൻ, മുത്തഖിൻ മാതാ നല്ല ക്ലിയർ കട്ടായി ചെയ്യുന്ന ആളാണ്. മുത്തഖിൻ എന്ന് വെച്ചാൽ നന്നായി ചെയ്യുന്ന ആള്. അയാൾക്ക് ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലും, വന്നാസി, ജനങ്ങളുടെ അടുക്കലും സവാബ, പ്രതിഫലം ഉണ്ടെന്നാണ്. അപ്പോൾ ഏറ്റവും എന്താണ് നല്ല വൃത്തിയോടെ ചെയ്യുന്ന ആളാണ് ആര്? മുത്തഖിൻ. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്നാണ്. അത്ഖിനു യുഹ്ബിബുകുമുല്ലാ, അത്ഖിനു, നിങ്ങൾ വളരെ ക്ലിയറായി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ്. അത്ഖിനു, വളരെ നന്നായി ചെയ്യുക. യുഹ്ബിബുകുമുല്ലാ, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും.
വയർഫഅക്കും നിങ്ങളെ ഉയർത്തും ജനാബ ആദരവ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അൽ ഉമ്മാൽ ഇന്നല്ലാഹു തആല യർഫഉൽ ഉമ്മാല ജനാബ, അവർക്ക് ആദരവ് ഉയർത്തിക്കൊണ്ടിരിക്കും. സുമ്മ അൽ ഉമ്മാൽ മൻഹും അൽ അയ്യുഹൽ ഗാദൂൻ, ഗദാ എന്ന് വെച്ചാൽ രാവിലെ പോവുക എന്നാണ്. ഗാദൂൻ എന്ന് പറഞ്ഞാൽ പോകുന്നവർ, പ്രഭാതത്തിൽ പോകുന്നവരെ, ഏറ്റവും രാവിലെ നേരത്തെ പോകുന്നവരാ അല്ലെ ഈ ജോലിക്കാര്. അയ്യുഹൽ ഗാദൂന കന്നഹൽ, തേനീച്ചയെ പോലെ. ഇർത്തിയാദൻ, ഇർത്തിയാദ് എന്ന് പറഞ്ഞാല് വീണ്ടും പോയി വീണ്ടും വരിക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ ഇർത്തിയാദ് എന്ന് പറയാ, വീണ്ടും വീണ്ടും പോയി വരിക. അങ്ങനെ ഇർത്തിയാദൻ തേടിക്കൊണ്ട്, തിലാബ അന്വേഷിച്ചുകൊണ്ട്, കേട്ടോ. അങ്ങനെയുള്ളവരെ എപ്പോഴാ പോകുന്നത്? ഫി ബുക്കൂരി ത്വയർ, ഫി ബുക്കൂർ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, ആ ത്വയർ പക്ഷിയുടെ പ്രഭാതം, പക്ഷികളും അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത്. ലിമൽ ഗാദൂൻ ലിമ യഗ്ദൂൻ, അവരെന്തിനാ പോകുന്നത്? ലിറിസ്ഖ്, ഭക്ഷണത്തിന് വേണ്ടി. മജീഅൻ പോകുകയും, വദഹാബൻ വരികയും ചെയ്യുന്ന, കേട്ടെ. അങ്ങനെ പോവുകയും വരികയും, ഭക്ഷണത്തിന് വേണ്ടി പോവുകയും വരികയും ചെയ്യുന്ന, തേടിക്കൊണ്ടു പോകുന്ന ഗാദൂൻ, തൊഴിലാളികളെ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് അവരോട് പറയാണ് ഉത്തുലുബുൽ ഹഖ, ഉത്തുലുബു നിങ്ങൾ തേടണം, അൽ ഹഖ സത്യം. ബിരിഫ്കിൻ, ബിരിഫ്കിൻ എന്ന് പറഞ്ഞാൽ ദയ എന്നൊക്കെയാണ് റിഫ്കിന് അർത്ഥം. ഇവിടെ ദയയോടെ അല്ലെങ്കിൽ ദയയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങൾ സത്യത്തെ തേടണം. വജ്അലുൽ വാജിബ, വജ്അലു നിങ്ങളാക്കണം, അൽ വാജിബ് ഡ്യൂട്ടി. ദാബ, ദഅബ എന്നാണ് ശരിക്ക്, അത് പദ്യത്തിന് വേണ്ടി ദാബ്, ദാബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർഗമാക്കി മാറ്റണം, ഉത്തരവാദിത്വം. വസ്തഖീമു നിങ്ങൾ ശരിയായി മുമ്പോട്ട് പോകണം. യഫ്തഹില്ലാഹു ലക്കും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും, ബാബൻ വഴി, ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ. ഫബാബ, ബാബൻ ഫബാബ, ഒന്നിന് പിറകെ ഒന്നായി വാതിലുകൾ തുറന്നു തരും, നല്ല വഴിക്കാണ് പോകണമെങ്കിൽ, അല്ലെ. അപ്പൊ ഉമ്മാലുകളുടെ അധ്വാനത്തെ കുറിച്ചൊക്കെയാണ് ഈ പദ്യത്തില് മൻ ഖല അഹമ്മദ് ഷൗക്കി, അല്ലെ. മൻ യഗ്ദു സബാഹൻ അൽ ഉമ്മാൽ, അല്ലെ. കൈഫക്കാന അവരെങ്ങനെ പോകുന്നത്? കന്നഹൽ, നഹലിനെ പോലെയാണ്, അല്ലെ, തേനീച്ചയെ പോലെ. കൈഫ മൻ യുഹിബുല്ല, മൻ യുഹിബുല്ല ആരെയാണ്? ലിമൻ യുഹിബുൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ലിൽ മുത്തഖിൻ, അല്ലെ, മുത്തഖിനായ ആളുകളെ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതില് അഹമ്മദ് ഷൗക്കി, അദ്ദേഹം എന്താണ്? അമീർ ഷുഅറ, കവികളുടെ അമീർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലഖബ് അത് പഠിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു തർജുമത്തുൽ ഹയാത്ത് പടിയുണ്ട്. ആരാണ്? അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കി മൻ ഹുവ ഷാഇറുൻ മിസ്രി, അന്നഹു ഷാഇറുൻ മിസ്രി, ഷാഇർ പോയറ്റ്, മിസ്രി ഈജിപ്ഷ്യൻ പോയറ്റ്. യുഅ്തബർ, അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. മിൻ അഅലമി ശുഅറാഇൽ അറബ്, അഅലമി ശുഅറാഇൽ അറബ്, അറബ് കവികളിൽ പ്രധാനപ്പെട്ട ആള്. ഫിൽ അസ്റുൽ ഹദീസ്, മോഡേൺ ഇയറ, ആധുനിക കാലത്തെ അറബി കവികളിൽ പ്രമുഖനായി പരിഗണിക്കപ്പെടുന്നു. ആര്? അഹമ്മദ് ഷൗക്കി. ഓക്കെ. അയിന ഉലിദ ഹുവ ഉലിദ ഫിൽ ഖാഹിറ, കെയ്റോയിൽ അദ്ദേഹം ജനിച്ചു. ഹി വാസ് ബോൺ ഇൻ കെയ്റോ. മറ്റ ആമ അൽഫിം വ സബഅമിയത്തിൻ, അൽഫിം വ 1868 അദ്ദേഹം ജനിക്കുന്നത്. അന്നഹു ഉഷ്തുഹിറ, ഹി ഈസ് ഫേമസ്, അദ്ദേഹം ഉഷ്തുഹിറ ഷൗഖി ബി ഉസ്ലൂബിഹി അസ്സഹിൽ, അദ്ദേഹത്തിന്റെ ലളിതമായ ശൈലി, വൽ ബസീത്സ്, ലളിതവും ബസീത്സ് രണ്ടുപേരെ അർത്ഥം തന്നെ കേട്ടോ, ലളിതവും വ്യക്തവുമായ അല്ലെങ്കിൽ വളരെ നല്ല ശൈലിയിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. കാന അഷ്ഹർ ഷാഇറിൻ അറബി, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു അറബി കവിയായിരുന്നു. ലുഖിബ ബി അമീർ ഷുറ, അദ്ദേഹം വിളിക്കപ്പെട്ടു. ആര്? അമീർ ഷുറ എന്ന പേരിൽ അദ്ദേഹം വിളിക്കപ്പെടുന്നു. മത തൂഫിയ ഫിൽ ഖാഹിറ, അദ്ദേഹത്തിന് മരണപ്പെട്ടത് ഫിൽ ഖാഹിറ, കെയ്റോയിൽ മരിച്ചു. ആമ അൽഫിം വ 1932 അദ്ദേഹം മരണപ്പെട്ടു കേട്ടോ. ഇദ്ദേഹത്തെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബയാനാത്തു ഷഖ്സിയൊക്കെ എഴുതാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും, അത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ അൽ മുഫ്രദാത്ത് വൽ ജുമൂ, ഹുനാക ബഅദുൽ മുഫ്രദാത്ത് വ ജുമൂഉഹ. ഹാജത്തുൻ ജംഉഹു ഹവായിജ്, വ ദിർഹമുൻ ജംഉഹു ദറാഹിം, ഉംലത്തുൻ ജംഉഹു ഉമുലാത്ത്, മർക്കബുൻ ജംഉഹു മറാക്കിബ്. കേട്ടോ, ഇത് പരീക്ഷയ്ക്ക്
മുഫ്രദ് തരും, ചിലപ്പോൾ ജമ്മുണ്ടാവില്ല, ചിലപ്പോൾ ജമ്മു തരും, മുഫ്രദ് ഉണ്ടാവില്ല. അതൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റ് തീർന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എന്നല്ല, ഇനി നമുക്ക് പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചാനലിൽ തന്നെ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അറബിക് ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡിൻ്റെ ലിങ്ക് PDF ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.